ഹലോ, എല്ലാവർക്കും സുഖമില്ല. അപ്പോൾ ഇത് ഇന്നത്തെ എൻ്റെ ലഞ്ച് പ്രിപ്പറേഷൻ്റെ വീഡിയോ ആണ് കേട്ടോ. വീഡിയോ എടുക്കാൻ വേണ്ടി അടുക്കളയ്ക്ക് കയറിയപ്പോഴാണ് ഞാൻ ഈ സംഭവം കാണുന്നത്. അത് സകല സാധനങ്ങളും വെളിച്ച് നിലത്തേക്ക് ഇടുന്നുണ്ട്. അപ്പം എന്നും ഞാൻ ഇത്ര ഐറ്റംസ് ഒന്നും ഉണ്ടാക്കില്ല കേട്ടോ. ഇന്ന് 1-2 ഐറ്റംസ് കൂടുതലുണ്ട്. എന്തൊക്കെ സാധനങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടാവണു അതിനനുസരിച്ചിട്ടാണ് സംഭവങ്ങൾ ചെയ്യാറുള്ളത്. പിന്നെ മീൻ കിട്ടുമ്പോൾ മീൻ കറി വയ്ക്കും, വറക്കും, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ നടന്നു പോണത്. അപ്പോൾ ഇന്നത്തെ മെനു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചീരയുടെ ഇല ഉണ്ട്, ചീരയുടെ ഇല ഉപ്പേരി, പിന്നെ ഉണക്കപ്പയർ ഉപ്പേരി, മീൻ കറി, മീൻ വറുത്തത്. അതാണ് സംഭവം. ഞാൻ എന്തെങ്കിലും ചെയ്യണതിൻ്റെ ഇടയിൽ ആളിങ്ങനെ എൻ്റെ ചുറ്റോറും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അടിച്ചോരിയാണ്, ഭയങ്കര അടിച്ചോരലിലാണ്, കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ. ഭയങ്കര അടിച്ചോരലിലാണ് ആശാൻ. പിന്നെ അത് ചീരയുടെ ഇലയൊക്കെ നുറുക്കി കഴിഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഒരു ബൗള് ചീര മാറ്റി വെച്ചു. മോന് ഫുഡ് ഉണ്ടാക്കുമ്പോൾ അതിലിടാലോ എന്ന് വിചാരിച്ചിട്ട്. അവനിങ്ങനെ ഓരോ ദിവസവും എന്തെങ്കിലും വെജിറ്റബിൾസ് ഇട്ടിട്ട് കൊടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പുലാവ് ഉണ്ടാക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്ന് പൊടിയേരിയും ചീരയുടെ ഇലയും ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് ഞാൻ എണീക്കാൻ കുറച്ച് ലേറ്റായി, നല്ല ലേറ്റായിരുന്നു. ഒരു 9:30-10 മണിയോട് അടുപ്പിച്ച് 10 മണിയായിരുന്നു ഞാൻ എണീക്കാൻ. അപ്പോൾ നല്ല ലേറ്റ് ആവും. എത്ര പിന്നെ പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴേക്കും അത്യാവശ്യം സമയമാവുമെന്ന് മനസ്സിലായില്ല. അതിനിടയിൽ എന്താ സംഭവിച്ചെങ്കിൽ ഇവൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കും. ഞാൻ അവന് ടി വി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ സ്കിപ്പേഡൊക്കെ വന്ന് അവനത് അടിച്ചു കളയാനൊന്നും അറിയില്ല. അവൻ 1 വയസ്സും 4 മാസം ആൾക്കായിട്ടുള്ളൂ. അപ്പോൾ ടി വി കാണും, ഈ അനിമൽസിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. അത് നിന്ന് കാണും. സ്കിപ്പേഡ് വന്ന് അപ്പം എന്നെ വിളിച്ചുകൊണ്ട് പോകും. അതല്ല, ഇനിയിപ്പോൾ എന്നെ കൂടി കാണിക്കേണ്ട വല്ല സംഭവങ്ങളാണെങ്കിൽ അപ്പോഴും അവൻ എന്നെ വിളിച്ചു കൊണ്ടുപോകും. അവനതൊക്കെ ഇങ്ങനെ ദാദാ എന്നൊക്കെ പറഞ്ഞ് കാണിക്കും. അധികം സംസാരിക്കാനും നാളായിട്ടില്ല ഏട്ടാ. പിന്നെ ഇത് ഞാൻ മറ്റേ ഉണക്കപ്പയർ പ്രഷർ കുക്കറിൽ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അതിലേക്ക് വെളുത്തുള്ളി നന്നാക്കിയതാണ് കേട്ടോ. എനിക്ക് വെളുത്തുള്ളി കറികളിലും എല്ലാറ്റിലും ഉണ്ട്, നല്ല ഇഷ്ടമാണ്. എന്താണെന്നറിയില്ല, സത്യം പറഞ്ഞാൽ എനിക്ക് തൊലിയോടൊക്കെ ഇടണതാണ് ഇഷ്ടം. പക്ഷെ ഇവിടെ തൊലിയോടൊക്കെ ഇട്ടാൽ ചിലപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. കാരണം ഞാൻ തൊലി കളഞ്ഞിട്ടുള്ള സംഭവമാണ് ഇട്ടിരുന്നത്. അപ്പോൾ ഈ കുഞ്ഞു ചട്ടിയിൽ വറുത്തിടാമെന്ന് വിചാരിച്ചു. ഓൾറെഡി സാധനം വേവിച്ച് വെച്ചുള്ളതാണല്ലോ. അപ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് പിന്നെ നമ്മുടെ ചതക്കുകയാണ് ചെയ്തത് കേട്ടോ. വെളുത്തുള്ളി ചതച്ച് എണ്ണയിലേക്ക് ഇടുക. പിന്നെ മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി ഇടുക, കറിവേപ്പില ഇടുക, വൻപയർ അതിലേക്ക് ഇടുക. ഇത് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളതല്ല കേട്ടോ, അങ്ങനെ ഉണങ്ങിയ മാതിരി ഉള്ളതല്ല. കുറച്ച് വെള്ളം പോലെയുള്ള പയറുപ്പേരി ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പയറുപ്പേരി. സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ അങ്ങനെ വരുന്നില്ല. പിന്നെ ഞാൻ ഭയങ്കര ആസ്ഥാന കുക്കൊന്നല്ല, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാൻ അറിയാം, അത്ര മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും, ചിലപ്പോൾ നല്ല ഫ്ലോപ്പാവും, ചിലപ്പോൾ നല്ല ഉപ്പ് കൂടും, അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി കൂടും, അങ്ങനെ എന്തെങ്കിലും പൊടികൾ കൂടും കറികളിലൊക്കെ. ചിലപ്പോൾ നല്ല ഓക്കെ ആയിട്ട് വരും, അങ്ങനെയൊക്കെയാണ്. പിന്നെ എനിക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടമുണ്ട്. കുക്ക് ചെയ്യാൻ ഇഷ്ടമല്ലാത്ത ആളല്ല ഞാൻ, കുക്ക് ചെയ്യാൻ നല്ല ഇഷ്ടമാണ്. പിന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ സമയം കുറച്ച് കുറവാണ് എന്നുള്ളൂ. കാരണം കുഞ്ഞു മോനല്ലേ, അവളുള്ള കാരണം അവൻ്റെ അടുത്ത് എപ്പോഴും നമ്മൾ വേണ്ടേ. പിന്നെ ഈ കുക്കിംഗ് ചെയ്യണതിൻ്റെ ഇടയിൽ ഞാനും അവനെ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കും. കാരണം എന്താ വെച്ചാൽ അവൻ എന്തിൻ്റെങ്കിലും മുകളിൽ കയറിയോ എന്തെങ്കിലും, അവൻ ഇപ്പോൾ വായിൽ നിറയെ സാധനങ്ങൾ അങ്ങനെ പറക്കിയിടുന്ന സ്വഭാവമുണ്ട്. എന്തെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവനത് പറക്കിയിടും. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. എവിടെയെങ്കിലും മാക്സിമം കുഞ്ഞു സാധനങ്ങളും അതൊക്കെ നമ്മൾ ഇല്ലാതിരിക്കാൻ വേണ്ടി നോക്കും. എന്നാലും ഇവരുടെ കണ്ണിൽ പെടാത്ത സാധനങ്ങളുണ്ടാവില്ല. കുട്ടികളുള്ളവർക്ക് അറിയുന്നുണ്ട്, എന്ത് ചെറിയ സാധനങ്ങളും അവരുടെ കണ്ണിൽ ആദ്യം പെടും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി നോക്കും അവൻ്റെ വായിൽ എന്തെങ്കിലും ഉണ്ടോ, അപ്പോൾ എന്താ ചെയ്യണമെന്ന് ഞാനും ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കൂട്ടാം. അപ്പോൾ നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, കുറച്ച് ഗ്രേവി മാതിരി ഉണ്ട് അതിൽ. അത് രസമാണ് ചോറിൻ്റെ കൂടെ. അപ്പോൾ അത് ഓക്കെ. അത് കഴിഞ്ഞത് മീൻ ഉണ്ട് കേട്ടോ. ഈ മീനും പച്ചക്കറിയൊക്കെ അന്ന് ഈ ചീരയുടെ ഇലയൊക്കെ അന്ന് അജ്മാനിൽ പോയപ്പോൾ വാങ്ങിയതാണ്. വാങ്ങിയ മീനൊക്കെ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഫ്രീസറിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആവശ്യമുള്ളത് എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചാൽ അതിൻ്റെ തണവൊക്കെ വിട്ട് കഴിഞ്ഞാൽ നമുക്കെടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ നല്ല ഫ്രഷ് മീനായിരുന്നു. അപ്പോൾ ആ ഫ്രഷ് മീൻ ഏറെക്കുറെ അതുപോലെ തന്നെ ഉണ്ടാവും, വലിയ കോട്ടൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. ഈ ചീരടലി അവിടുന്ന് വാങ്ങി തന്നെ അടിപൊളി ചീരടലി ആയിരുന്നു കേട്ടോ. ഫ്രിഡ്ജിലാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ ഇലകളൊക്കെ പെട്ടെന്ന് വാടും, അങ്ങനത്തെ ടൈപ്പല്ലേ. ഫ്രിഡ്ജിൽ വെച്ചാൽ കുഴപ്പമില്ലാതിരിക്കും. ഫ്രീസറിലല്ല കേട്ടോ വയ്ക്കുക. ഞാൻ പറഞ്ഞപ്പോൾ അവന് പറഞ്ഞു പോയതാ, താഴത്താണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫ്രീസറിൽ വെച്ച് ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയാണ്. വീണ്ടും ഫ്രീസറിൽ വെച്ച് എന്തൊക്കെയാണ് പറയുന്നത് ദൈവമേ, അങ്ങനെയല്ല, ഇന്ന് ചൊവ്വാഴ്ചയാണ്. അപ്പം എന്നാലും സംഭവത്തിന് വലിയ പ്രശ്നമൊന്നും പറ്റിയിട്ടില്ല. നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ.
ഇനിയിപ്പോൾ ചീരയുടെ ഇലയിലേക്ക് വേണ്ട സംഭവങ്ങളാണ് ഇപ്പോൾ ചെയ്യണത്. ചുവന്നുള്ളിയും വെളുത്തുള്ളിയും അരിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ വാട്ടണത്. മറ്റേത് ഇടിച്ചിട്ടായിരുന്നു. അപ്പോൾ ഇതിൽ അരിയാന്ന് വിചാരിച്ചു. ഇതൊക്കെ എൻ്റെ ഇഷ്ടപ്രകാരം അങ്ങോട്ട് ചെയ്യുന്ന കേട്ടോ. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ടത്, മുളക് പൊടിയല്ല. മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ട് ചീര നമ്മൾ അതിലേക്കിടും. അതിന് ശേഷം മൂടി വെച്ച് ഒന്ന് വാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് തേങ്ങ ഇടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തേങ്ങ ഇട്ടാൽ നല്ല ടേസ്റ്റ് അല്ലേ. തേങ്ങ ഇടാമെന്നാണ് വിചാരിച്ചത്. ഈ വൻപയർ ഉണക്കപ്പയർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മുളക് ഇട്ട് ഉള്ളി വെളുത്തുള്ളി വഴറ്റി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ചീരയുടെ ഇല അത്ര ടേസ്റ്റ് അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഞാൻ എന്താ മോന് മാറ്റി വെച്ച ചീരയുടെ ഇല ഇതിലിട്ടിട്ടുണ്ട്, പൊടിയരിയിൽ ഇട്ടിട്ടുണ്ട്. ഇനി അതവിടെ കുക്കറിൽ വെക്കാമെന്ന് വിചാരിച്ചു. ആ ഗ്യാപ്പിൽ അതും അങ്ങോട്ട് ആവുമല്ലോ. അപ്പോൾ ഇത് ചീരയുടെ അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇത് വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അത് എന്താ പറ്റിയെന്നറിയില്ല. ഉപ്പൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് വെള്ളം ഞാൻ അത്ര അങ്ങോട്ട് അതിലത്തെ വെള്ളമൊന്നും വറ്റിച്ചില്ല. ചെറിയൊരു നനവ് പോലെ ഉണ്ടായിരുന്നു. ഓവർ വെള്ളമല്ല കേട്ടോ, നിങ്ങൾക്കറിയാലോ ചീരയുടെ ഇല ഉണ്ടാക്കുമ്പോൾ ഓവർ വെള്ളമല്ല, അതിൽ ചെറിയൊരു നനവുണ്ടായിരുന്നു. അത് കാരണം തോന്നുന്നു അതങ്ങനെ ചിലതിങ്ങനെ നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ കിടക്കില്ലേ, ഇങ്ങനെ പിറുപിറുന്ന് തന്നെ കിടക്കില്ലേ, അതുപോലെ ആയിരുന്നില്ല. ഒരു ഇത്തിരി വെള്ളം നനവുണ്ടായിരുന്നു. അത് ഞാൻ വെള്ളം നല്ല ഡ്രൈ ആക്കാഞ്ഞിട്ടാണ് എനിക്ക് തോന്നണം. അതിലേക്ക് ഞാൻ തേങ്ങ ചിരകിയിട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് തന്നു കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തേങ്ങയും ഇട്ട് ചിരകിയത് ഫ്രോസൺ വാങ്ങിച്ചതാണ്. നല്ലതാണ് കേട്ടോ സംഭവം. ഫ്രോസൺ ആണെങ്കിൽ നല്ല സൂപ്പറാണ്. അപ്പോൾ അതിലേക്കിട്ട് അതൊരു ഭാഗത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ മോൻ്റെ പാപ്പ ഒരു 2-3 പൊടിയരി വേവാൻ ഒരു 2-3 വിസിൽ തന്നെ ധാരാളം. പിന്നെ ചീരയുടെ ഇലയെ കാരണം പെട്ടെന്ന് വാടും. ഞാൻ ഇത് ഇടാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ ഓൾറെഡി ലേറ്റായി എന്ന് പറഞ്ഞില്ലേ, അത് കാരണമാണ് മോന് പൊടിയരിയും ചീരയുടെ ഇല ഇട്ടത്. അല്ല വെച്ചെങ്കിൽ അവന് കാര്യമായിട്ട് എന്തെങ്കിലും പുലാവ് മാരിയാ, പനീർ പുലാവാ, പനീറൊക്കെ അവന് നല്ല ഇഷ്ടം. അപ്പോൾ പനീർ പുലാവ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടും. അതിനിടയിൽ ഞാൻ ചോറും കൂടി വെക്കുന്നുണ്ട് കേട്ടോ. ചോറ് തിളപ്പിച്ചിട്ട് മറ്റേ ഇതിലേക്ക് ഇറക്കി വെക്കും. അപ്പോൾ പിന്നെ അത് അവിടെ ഇരുന്ന് ആയിക്കോളുമല്ലോ. ലേറ്റായ കാരണം എല്ലാതും ഒരു ചടുപടേ ധൃതിയിലാണ് ചെയ്യണത്. അതിനിടയിൽ ഒരാൾ കരഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവന് പാല് കുടിക്കാൻ വേണ്ടിയിട്ടാണ് കരയുന്നത്. അപ്പോൾ പാലൊക്കെ കൊടുത്ത് അവനൊന്ന് സെറ്റാക്കിയിട്ട് വീണ്ടും ഞാൻ വന്നു. അപ്പോൾ അതൊരു പൊരി കൊടുത്തിട്ട് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ ആളേനവിടെ. പൊരി നല്ല ഇഷ്ടമാണ്. അപ്പോൾ പൊരി കൊടുത്തിട്ടുണ്ട്. മീൻ ഞാൻ വറക്കാനുള്ളതും വെക്കാനുള്ളതും സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് ജസ്റ്റ് സിമ്പിൾ കറിയായിട്ടാണ് വെക്കുന്നത്. മുളക് വെള്ളം എന്നാണ് ഞാൻ പറയുക. വീട്ടിലൊക്കെ എൻ്റെ വീട്ടിലൊക്കെ മുളക് വെള്ളം എന്ന് പറയുക. എനിക്ക് അങ്ങനെ വെച്ച കറി നല്ല ഇഷ്ടമാണ്. ഏട്ടനും നല്ല ഇഷ്ടമാണ് അങ്ങനെ വെച്ചത്. ജസ്റ്റ് മുളക് പൊടി ഇടുക, പിന്നെ പച്ചമുളക് കീറിയിടുക, മഞ്ഞൾപ്പൊടി, പുളിവെള്ളം, പിന്നെ തക്കാളി, അത്രയേ ഉള്ളൂ. അത് തിളച്ച് സെറ്റായി കഴിയുമ്പോൾ കറിവേപ്പിലയും പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും മുകളിൽ ഒഴിക്കും കേട്ടോ. അപ്പോൾ നല്ലൊരു മണം വരും. നന്നായി കറി വറ്റിയാലാണ് അത് ഒഴിക്കേണ്ടത്. കറി വറ്റി വരുമ്പോൾ ഈ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലിട്ട് ഇളക്കിയിട്ട് സാധനം അതുപോലെ അടച്ച് വെക്കുക. പിന്നെ കഴിക്കുമ്പോഴേ എടുക്കാൻ പാടുള്ളൂ. നല്ല സെറ്റായിട്ടുണ്ടാവും. നല്ല മണവും നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മുളക് വെള്ളം. അതുണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും ചോറ് കഴിക്കാം. അതിന് ശേഷം മീൻ വറുത്തു. സത്യം പറഞ്ഞാൽ മീൻ വറക്കാനുള്ള പ്ലാൻ എനിക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ അതെടുത്തപ്പോൾ അതിൽ തോനെ മീൻ കണ്ടപ്പോൾ ഏട്ടനാണ് മീനൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചത്, ഞാനല്ല. അപ്പം ഞാൻ എടുത്ത ആ മീനിൻ്റെ ഇതിൽ തോനെ മീനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് കറി വയ്ക്കാം, കുറച്ച് വറക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആശാൻ അവിടെ വേറെ അംഗക്കെട്ടുകളൊക്കെ നടത്തുന്നുണ്ട്. എന്തൊക്കെ കാട്ടണമെന്ന് അവനെന്നെ അറിയുള്ളൂ. നല്ല ശബ്ദമായിരുന്നു കേട്ടോ. അതിലിട്ടിട്ട് അവൻ കയ്യിലിട്ട് ഇങ്ങനെ കുത്തുമ്പോൾ ഭയങ്കര ശബ്ദമായിരുന്നു. അപ്പോഴേക്കും കഴുകാൻ വേണ്ടിയിട്ട് പാത്രങ്ങൾ ഒരു കുന്നോരായിട്ടുണ്ട്. പിന്നെ എനിക്ക് ആ കുക്കിങ്ങിൻ്റെ ഇടയിൽ തന്നെ ഗ്യാപ്പ് കിട്ടുമ്പോൾ ഞാൻ പാത്രങ്ങൾ കഴുകി വയ്ക്കും. അത് ഇങ്ങനെ കുന്നോരം കൂടുന്നത് എനിക്ക് അത്ര അങ്ങോട്ട് പറ്റില്ല. കാരണം കുറച്ച് പാത്രങ്ങൾ അവിടെ തേച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഓൾറെഡി കുറച്ച് പാത്രങ്ങൾ അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെ പാത്രങ്ങൾ കാര്യങ്ങളും ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. വാഷ് ചെയ്ത് കഴിഞ്ഞുകൊണ്ടിരിക്കും. കാരണം ആ ഒരു സീനില്ല. എനിക്കിഷ്ടമാണ് പിന്നെ പാത്രങ്ങൾ കഴുകാനും ഇഷ്ടമാണ്. അപ്പം കഴുകി വയ്ക്കാനും ഇഷ്ടമാണ്. കുന്നോരം കണ്ടാൽ നമുക്ക് തന്നെ ഒരു ഇറിറ്റേഷൻ തോന്നില്ലേ, ആർക്കായാലും തോന്നും അല്ലേ. അങ്ങനെ പിന്നെന്താ, മീൻ വറക്കൽ കഴിഞ്ഞു. ഞാൻ മീൻ വറുത്തിട്ട് അവസാനമല്ല, മീൻ വറക്കുന്നതിൻ്റെ ഒരു പകുതി ഭാഗമാകുമ്പോൾ കുറച്ച് 2-3 കറിവേപ്പില കൂടി ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊരു ടേസ്റ്റാണ്. നല്ല മീനായിരുന്നു. എന്ത് ടേസ്റ്റ്. നാട്ടിൽ നിന്ന് ഞാൻ ഇവിടെ വന്നിട്ടിപ്പോൾ 1 മാസം കഴിഞ്ഞിട്ടുള്ളൂ. അതിനിടയിലിപ്പം മത്തി 2ാമത്തെ തവണയാണ് വാങ്ങണത്. ആദ്യം വാങ്ങിയ കത്തിമത്തി പോലുള്ളത് അത് അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല സത്യം പറയുകയാണെങ്കിൽ. പക്ഷേ ഇത് നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രുചിയുള്ള മത്തിയായിരുന്നു. അങ്ങനെ അവന് ഫുഡ് കൊടുത്ത്, അതിൻ്റെ ഇടയിൽ അവന് ഫുഡ് കൊടുത്ത് അവനെ ഇറക്കി. പിന്നെ ഞങ്ങളും ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ.
അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ് പറഞ്ഞോട്ടോ നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്നൊക്കെ. അപ്പോൾ ഓക്കെ, ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.